ദേവൂട്ടിക്കൊപ്പം വരികയാണ് അമ്മേ മൂകാംബികെ. നവംബർ 24 മുതൽ എല്ലാ ദിവസവും രാത്രി 8:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. ഞാൻ എന്ത് മറക്കണമെന്ന് ആഗ്രഹിക്കുന്നു അത് വീണ്ടും വീണ്ടും ഓർമ്മ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം മറക്കണമെങ്കിൽ ശ്രേയയുമായി കണക്ട് ചെയ്യുന്ന ഒന്നും ഇനി എൻ്റെ കയ്യിൽ പാടില്ല. ഇതൊരു ഡയറിയല്ല, എൻ്റെ മനസ്സാണ്. ഇതിലെ വരികൾ എൻ്റെ ഓർമ്മകളും എന്ന് ആകാശ്. ഇന്ന് ഞാനും ശ്രേയയും കോഫി ഹൗസിൽ പോയി. ചൂട് കോഫിയും ഞങ്ങളുടെ പ്രണയവും. അപ്പോൾ ശ്രേയ എന്നോടൊരു കാര്യം ചോദിച്ചു. അല്ല, അത് ചോദ്യമല്ല, ശ്രേയയ്ക്ക് എന്നോടുള്ള പ്രണയത്തിൻ്റെ മറുപടിയായിരുന്നു അത്. എന്താടി എന്നെ ആദ്യമായിട്ട് കാണുന്നത് പോലെ നോക്കുന്നത്? എന്താ കാര്യം? ഇത്രയും നാളും നീ എന്റെ കണ്ണിൽ നോക്കിയിട്ടില്ലല്ലോ, അതുകൊണ്ടാണ് നിനക്ക് ഇങ്ങനെ തോന്നുന്നത്. എന്റെ കണ്ണുകൊണ്ട് നീ നിന്നെ നോക്കിയ ഓരോ ദിവസവും ആദ്യമായിട്ട് കാണുന്നത് പോലെ തോന്നും. ഒരു പ്രണയത്തിനുള്ള സ്കോപ്പ് ഉണ്ടോ ശ്രേയ? റൊമാൻസ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ഇതേ എവിടെ ചെന്ന് അവസാനിക്കും? എവിടെ അവസാനിക്കാൻ? അത് പറഞ്ഞ നീ ചിലപ്പോ എന്നെ തല്ലും. തല്ലും, അത് ഉറപ്പല്ലേ. എടാ, ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചിട്ടേ കൊറേ നാളായി. ഓ ഭാഗ്യം. എന്ത് ഭാഗ്യം? ഒരു കാര്യമല്ലേ ചോദിക്കാനുള്ളൂ. പോടാ, നീ കേക്ക്. ശരി പറ. ദേ, ചൂട് കോഫിയാണ്, മോന്തിക്ക് ഒഴിച്ചാലുണ്ടല്ലോ. അയ്യോ വേണ്ട.
എന്താടി നീയല്ലേ എന്നോട് എന്തോ ചോദിക്കാനോട് പറഞ്ഞേ? എടാ, നമുക്കൊരു കുഞ്ഞുണ്ടായ അത് നിന്നെ പോലെ ഇരിക്കോ അതോ എന്നെ പോലെ ഇരിക്കോ? ഗുഡ് ക്വസ്റ്റ്യൻ. ഉം. ഇതിലൊന്നില് തൊട്ടെ. ഉം. എന്തിനാ? നീ തൊട്, പറയാം. ഞാൻ രണ്ടും തൊടും. അത് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ തന്നെ തൊടാം. 1 2 1 2. എന്താ ഇത്? അതെ, പെൺകുഞ്ഞാണെങ്കിൽ നിന്നെ പോലെ, ആൺകുഞ്ഞാണെങ്കിൽ എന്നെ പോലെ. ഒന്നും പറ്റില്ല. പിന്നെ ആൺകുഞ്ഞായാലും പെൺകുഞ്ഞായാലും എന്നെ പോലെ ഇരിക്കണം. പോടി ഓടുന്നു. നീ സിനിമയൊന്നും കാണാറില്ലേ? ഹീറോയിൻ എപ്പോഴും പറയുന്നേ ഹീറോയെ പോലുള്ള കുഞ്ഞു വേണമെന്നാ. നീ മാത്രം തിരിച്ചു പറയുന്നത് എന്താ? അത്രയ്ക്ക് സെൽഫിഷ് ആണോ നീ? എടാ, ഞാൻ അങ്ങനെ പറഞ്ഞതിലൊരു കാര്യമുണ്ട്. എന്ത് കാര്യം? ആകാശേ, നിന്നെ പോലെ ഈ ലോകത്ത് നീ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അത് നമ്മുടെ കുട്ടികളായാലും. ആകാശ് എന്നും എന്റേത് മാത്രമായിരിക്കണം. നിന്റെ മനസ്സ് മാത്രമല്ല, നിന്റെ രൂപവും ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല.